മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാൻ പോയ ഭാര്യ വാടക കൊലയാളിയെ കൊണ്ട് ഭർത്താവിനെ അവിടെ വെച്ച് കൊന്നു. ഇത് ഇവര് മധ്യപ്രദേശുകാരാണ്. ഇൻഡോർ സ്വദേശിനിയാണ് സോനം. സോനം അവരെ വിവാഹം കഴിച്ചു. അത് രാജ രഘുവംശി എന്നയാള്. ഇവര് മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് മധുവിധു ആഘോഷിക്കാൻ പോയത്. അവിടെ വെച്ച് വാടക കൊലയാളിയെ കൊണ്ട് മണവാട്ടി സോനം ഭർത്താവിനെ കൊല്ലിക്കുകയായിരുന്നു. സോനത്തിന് വളരെയധികം ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. വിവാഹിതര ബന്ധം അവർക്ക് ധാരാളം ഉണ്ടായി. പക്ഷേ ഇൻഡോറിൽ വെച്ച് അവരെ നാട്ടിൽ വെച്ച് വിവാഹം നടത്തി. രാജ രഘുവംശി എന്നയാളാണ് വിവാഹം കഴിച്ചത്. അവർ മധുവിധു ആഘോഷിക്കാൻ പോയത് ചിറാപുഞ്ചിയിൽ. മേഘാലയയിലെ നമുക്കറിയാം, ചിറാപുഞ്ചി ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ്. ആ മഴയത്തും മഞ്ഞത്തും മധുവിധു ആഘോഷിക്കാനായിട്ടാണ് സോനവും അതുപോലെ ഭർത്താവ് രാജ രഘുവംശിയും പോയത്. അവിടെ വെച്ച് മെയ് 21 സോനവും ഭർത്താവും അവിടെ ചെന്നു. അതിനുശേഷം രണ്ടുപേരെയും കണ്ടില്ല. 7-8 ദിവസം കഴിഞ്ഞപ്പോൾ ജൂൺ 2 രാജായുടെ മൃതദേഹം ചിറാപുഞ്ചിയുടെ ഭാഗത്ത്, ആ കൊടും തണുപ്പുള്ള ഭാഗത്ത്, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും കാണപ്പെട്ടു. ഒരു കുന്നിൻ്റെ അവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഇറങ്ങിപ്പോകുന്ന വഴിയുടെ ഭാഗത്ത് ആണ് കണ്ടെത്തിയത്. ഇത് മരിച്ചു കിടക്കുന്ന ആ സ്ഥലത്തിനടുത്ത് ഒരു വടിവാളും കണ്ടെത്തി. ഏതായാലും പോലീസ് കേസെടുത്തു. കൊലപാതകമാണ്. ഐഡന്റിറ്റി പിന്നീട് മനസ്സിലായി. ആരാണ് കൊന്നതെന്ന് അറിയില്ല, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. മധുവിധു ആഘോഷിക്കാൻ രണ്ടുപേരും ഇൻഡോറിൽ നിന്ന് മേഘാലയത്തിൽ പോയതാണ്, ചിറാപുഞ്ചിയിൽ. ഭാര്യയെപ്പറ്റി സോനത്തെപ്പറ്റി വിവരമില്ല. പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചിക്ക് സൊഹറ എന്നും പേരുണ്ട്. ഖാസി ട്രൈബിന്റെ ഒരു വാസസ്ഥലമാണ് ചിറാപുഞ്ചി. അവരുടെ പ്രത്യേക രീതിയിലുള്ള ജീവിത രീതികളും പ്രത്യേക രീതിയിലുള്ള ഒരു ട്രൈബാണ് ഖാസി, KHASI, ഖാസി. അവിടുത്തെ കാസിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം UP യിലുണ്ട്. അത് കാസിപ്പൂരാണ്. ഈ സംഭവത്തിന് ശേഷം ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു, ഈ മർഡറിന്റെ പിന്നിൽ ആര്? ഈ കൊലപാതകം നടത്തിയവർ തന്നെ സോനത്തിനെയും കൊന്നു. സോനത്തിനെ കൊന്നെങ്കിൽ അവളുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം UP യിലെ വാരണാസിക്കടുത്ത് ഗാസിപ്പൂരിലെ ഒരു ഡാബയിലെ അബോധാവസ്ഥയിലെ സോനത്തിനെ കണ്ടെത്തി. നമുക്കറിയാം, ധാബ പഞ്ചാബിയുടെ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ധാബ. നോർത്ത് ഇന്ത്യയിലെ, വടക്കേ ഇന്ത്യയിലെ എല്ലാ ഹൈവേറുകളുടെ സൈഡിൽ നമ്മുടെ ഇവിടുത്തെ പോലെ തട്ടുകട പോലെ പഞ്ചാബിയുടെ ധാബയുണ്ട്. എല്ലാവരും വഴിയാത്രക്കാരും NH കൂടെ പോകുന്നവരും നാഷണൽ ഹൈവേ കൂടെ പോകുന്നവരും ദേശീയ പാതയിൽ കൂടെ പോകുന്നവരും ഒക്കെ ഈ ഡാബയിൽ ഇറങ്ങി ആഹാരം കഴിച്ചിട്ടാണ് പോകുന്നത്. രുചിയുള്ള വളരെ സ്വാദേറിയ ഭക്ഷണങ്ങൾ ഈ ഡാബയിൽ ലഭിക്കും. അതുപോലെ ഒരു ഡാബയിൽ അവർ UP യുടെ ഭാഗത്ത് ഗാസിപ്പൂരിലാണ് അബോധാവസ്ഥ സോനത്തിനെ കണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മധ്യപ്രദേശത്തിലെ അവിടുന്ന് ഇൻഡോറിൽ നിന്ന് മധുവിധു ആഘോഷിക്കാൻ പോയത് മേഘാലയത്തിലാണ്, ഹിമാലയത്തിൻ്റെ അടുത്തുള്ള ഒരു സംസ്ഥാനത്ത്. അവിടെയാണ് ഭർത്താവിനെ കൊല ചെയ്യപ്പെട്ട രീതിയിൽ ചിറാപുഞ്ചിയിൽ കാണപ്പെട്ടത്. ചിറാപുഞ്ചി അറിയാം നമുക്ക്, എപ്പോഴും മഴ ലഭിക്കുന്നതും അതുപോലെ തന്നെ ചെറിയ വലിയ കുന്നുകളും ചെറിയ കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. ഈ സോനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കൗതുകരമായ വാർത്തകൾ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അവളെ കൊന്നിരിക്കാം എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് UP യിലെ കാസിപ്പൂരിൽ ഒരു ഡോബയിൽ അബോധാവസ്ഥയിൽ കണ്ട ഇവരെ ആശുപത്രിയിലാക്കി. അവരെ ചോദ്യം ചെയ്തു. ഭർത്താവിനെ കൊന്നതിന് ഇവർക്ക് എന്താണ് റോള്, ഭർത്താവ് എങ്ങനെ സംഭവിച്ചു? ഏതായാലും പോലീസിന്റെ ചോദ്യം ചെയ്യൽ പിടിച്ചേക്കാൻ പറ്റിയില്ല. അവൾ കുറ്റം സമ്മതിച്ചു. താൻ വാടക കൊലയാളിയെ കൊണ്ട് ഭർത്താവിനെ കൊല്ലിക്കുകയായിരുന്നു.
ഭർത്താവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം വിവാഹേതര ബന്ധങ്ങൾ ഇവർക്ക് നേരത്തെ മുതലുണ്ട്. അതേപ്പറ്റി ചോദ്യം ഉണ്ടായിരിക്കാം. ഏതായാലും മധുവിധു ആഘോഷം സമയമാണ്. രണ്ടുപേരും അതൊക്കെ മറന്ന് നേരെ മേഘാലയയിൽ പോയി. മൂന്നാമത്തെ സ്റ്റേറ്റിലാണ് ഗാസിപ്പൂർ. അവിടെ നിന്ന് യു പിയിലെ വാരണാസിക്ക് അടുത്തു നിന്നാണ് ഇവളെ അബോധാവസ്ഥയിൽ കണ്ടത്. ഏതായാലും 3 ഗുണ്ടകളുടെ പേര് പറഞ്ഞു കൊടുത്തു. 3 ഗുണ്ടകളെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ കുറ്റം സമ്മതിച്ചു. അവരൊരു കൊട്ടേഷനായിരുന്നു എന്ന് അവർ പറഞ്ഞു. കൊല്ലാൻ തന്നെയായിരുന്നു. ഇതിനിടയ്ക്ക് ഏതോ ചില പത്രവാർത്തകൾ വന്നു. ഈ മരണപ്പെട്ട് അവിടെ കിടക്കുന്നയാള്, അയാൾ അവിടെ ഒരു മലയുടെ മുകളിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ ഒരു സൈക്കിളിൽ താഴോട്ട് പോകുന്നതായിട്ട് ഒരു വാർത്ത വന്നിരുന്നു. ആ ആള് തന്നെയാണ് ഇവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. അതൊരു പ്ലാൻഡ് മർഡറാണ്. ഇയാൾ എൻജോയ് ചെയ്യുകയാണ് ജീവിതം. മണവാട്ടി അടുത്തുണ്ട്. അങ്ങനെ 6-7 കിലോമീറ്റർ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് സൈക്കിളിൽ പോകുന്ന കാഴ്ച അവിടെ എവിടെയോ ഒരു ലോക്കൽ ആൾക്കാർ റെക്കോർഡ് ചെയ്തതാണോ, എന്തായാലും ഇയാൾ തന്നെ അയാളുടെ വീട്ടിലേക്ക് രഘുവംശിയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തതാണോ എന്നും അറിയില്ല. ഏതായാലും രാജാ രഘുവംശിയുടെ സഹോദരൻ ബിപിൻ രഘുവംശി ആ ചിറാപ്പുഞ്ചിയിലെത്തി ഈ ബോഡി ചേട്ടൻ്റെ തിരിച്ചറിയുകയാണ് ഉണ്ടായത്. മേഘാലയയിലെ ഈസ്റ്റ് കാശി ജില്ലയിലാണ് ചിറാപ്പുഞ്ചി. അതോടുകൂടി കാര്യങ്ങൾ മാറി. ഇവളെ അന്വേഷിച്ച് പോലീസ് അവര് ചിറാപ്പുഞ്ചിയിലും മേഘാലയയിലും അതുപോലെ മധ്യപ്രദേശിലും ഒക്കെ അന്വേഷിച്ചെങ്കിലും മൂന്നാമത്തെ ഒരു സ്റ്റേറ്റിലാണ് ഇവരെ കണ്ടിരിക്കുന്നത്. ഇവരെങ്ങനെ അവിടെ വന്നു, ആരാണ് അവരെ കൊണ്ടുപോയത്, ഇവരുടെ മധുവിധു ആഘോഷിക്കാൻ പോയപ്പോൾ മറ്റാരെങ്കിലും പിന്തുടർന്നോ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഏതായാലും സംഭവ പരമ്പരകൾ 3 സ്റ്റേറ്റിലാണ്. ഒന്ന് മധ്യപ്രദേശ് ഇൻഡോറിൽ നിന്ന് പോയവരാണ്. അടുത്ത് മധുവിധു ആഘോഷിക്കുന്ന മേഘാലയയിലെ ചിറാപ്പുഞ്ചിയിലാണ്. ഇപ്പോൾ അബോധാവസ്ഥയുടെ ആവെ കണ്ടത് യു പിയിലാണ്, ഗാസിപ്പൂരിലാണ്. വാരണാസിക്ക് അടുത്താണ് സംഭവം. വളരെ ദുരൂഹമായ ഒരു കൊലപാതകം. എന്തിനാണ് ഈ പുതുമണവാളനെ ഇവൾ കൊന്നത്, എന്തിൻ്റെ ഉദ്ദേശത്തിൽ, എന്തു വേണ്ടിയിട്ട്, അതൊക്കെ ഇനി പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വാങ്ങിക്കും. ഏതായാലും 3 ഗുണ്ടകളെ, വാടക കൊലയാളികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയെന്ന് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. എന്താണ് ആ കൊല്ലാനുള്ള ഉദ്ദേശം, മോട്ടീവ് എന്താണ് എന്നുള്ള വാർത്തകൾ ഇനി വെളി വരാനുണ്ട്. ഇത് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വെൽ പ്ലാൻഡ് ആയ ഒരു മർഡറാണ്. 3 സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയാണ്, സോനം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഇത് ചെയ്തത് എന്ന് വിചാരിക്കണം. കാരണം അത്ര ക്രിമിനാലിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ അവരെന്തിനാണ് ഇയാളെ കല്യാണം കഴിച്ചത്, അതിനൊരു മോട്ടീവ് ഉണ്ടാവും. അത് പണത്തിന് വേണ്ടി ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും.